ജീവിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നിൽ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ യേശു പ്രവർത്തിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 33:14 എന്താണ് പറയണത്? ഞാൻ തന്നെ നിന്റെ കൂടെ വരികയും ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. അപ്പൊ സത്യദാസ് അത് അതുപോലെ വിശ്വസിക്കുകയാണ്. പലർക്കും പറ്റാൻ പറയുന്ന അബദ്ധം എന്താണെന്നറിയാമോ? എല്ലാവരും ഡിജിറ്റലി ഉടമ്പടി ചെയ്യും, അവിടെ പറയണതൊക്കെ കേൾക്കണത് എപ്പോഴാണ് ഈ ക്ലാസ് തീരണം അറിയത്തില്ല, കുറേ എത്ര സമയം എടുക്കും, 1 മണിക്കൂർ എടുക്കുക. അപ്പോൾ ഇത് താഴെപ്പോയിട്ട് എന്തായിരിക്കുക, താഴെപ്പോയിട്ട് 1.5 മണിക്കൂറുണ്ടാവും, 2.5 മണിക്കൂർ, അപ്പോൾ എപ്പോഴാണ് ഭക്ഷണം കഴിക്കണം? ഇങ്ങനെയാണ് ആൾക്കാർ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഉടമ്പടി ചില ആൾക്കാർ കൊടുക്കണത്. ആ സത്യദാസ് അങ്ങനെയല്ല, ഞാൻ തന്നെ നിൻ്റെ കൂടെ വരും, കർത്താവ് എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്? എനിക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. എന്നെ ആശ്വസിക്കാരെ എനിക്ക് എൻ്റെ വസ്തു കണ്ടവൻ കൊണ്ടുപോയില്ലേ. ഞാൻ പഞ്ചായത്ത് ചെല്ലുമ്പോൾ അവരെന്നെ തല്ലാനും കൊല്ലാനും എന്നെ പോലെയാണ് എന്നെ നോക്കണത്. അപ്പം ഞാൻ ഇനി അടുത്ത് പോകാനാണ്, എനിക്ക് കർത്താവേ ഉള്ളൂ. എന്നിട്ട് ഈ മനുഷ്യൻ പിറ്റേ ദിവസം തന്നെ ഉടമ്പടി കാശ്വര്യം കൊണ്ട് വിശ്വാസം പ്രമാണം ചൊല്ലിക്കൊണ്ട് പഞ്ചായത്ത് ആഫീസിൽ പോകും. ഇയാളെ ഓടിച്ചിട്ട് തൊഴിച്ചെന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കി വിരട്ടി ഓടിച്ച് സെക്രട്ടറി എടുത്ത് ചെല്ലും. അപ്പോൾ സംഭവിക്കണം, ഈ വിശ്വാസ പ്രമാണം ചൊല്ലി ഈ ഉടമ്പടി കാശ്വര്യം ഹോൾഡ് ചെയ്തുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഈ മനുഷ്യൻ പഞ്ചായത്ത് ഓഫീസിൽ ചെല്ലുമ്പോൾ തന്നെ സെക്രട്ടറി കസ്റ്റഡി ഇട്ട് കൊടുക്കും. എന്നിട്ട് ഉടനെ ഇങ്ങോട്ട് പറയും, നിങ്ങളുടെ കാര്യമെല്ലാം സെറ്റാകാൻ പോകും, ഞാൻ ഇന്ന് തന്നെ അത് കറക്റ്റ് ചെയ്തോളാം. ഓ വിതിൻ നോ ടൈം 2 കടയും പുള്ളിയുടെ പേര് എഴുതി കൊടുത്തിട്ട് രസീതും കൊടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ യേശു പ്രവർത്തിക്കുന്നു. ഞാൻ ജീവിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നിൽ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ യേശു പ്രവർത്തിക്കുന്നു. യേശു പ്രവർത്തിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടിയുടെ ഫലപ്രാപ്തി ഇരിക്കുന്നത് ഈ വാഗ്ദാനങ്ങളിലുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വാഗ്ദാനങ്ങളിൽ നമ്മൾ വിശ്വസിക്കുക, ദൈവം നമുക്ക് നൽകിയ വാഗ്ദാനങ്ങൾ. ഇപ്പോൾ അൻസമ്മ മാനന്തവാടിയുടെ സാക്ഷ്യം ഉണ്ടായി, ഈ ദിവസങ്ങളുണ്ടായിരുന്ന സാക്ഷ്യങ്ങളിൽ രസകരമായ സാക്ഷ്യം. അൻസമ്മ നമ്മളെ ഉടമ്പടി പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പോലും പറയാത്ത കാര്യം അവർ പറയുന്നുണ്ട്. എന്താ അൻസമ്മ പറഞ്ഞതെന്ന് വെച്ചാൽ, അൻസമ്മയുടെ വഴിയില്ല, നടക്കാൻ വഴിയില്ല, കണ്ടവൻ്റെ വഴി കൂടി തന്തക്കുള്ളി കേട്ട് വേണം എപ്പോഴും പോയിക്കൊണ്ടിരിക്കുക. സങ്കടകരമായ അവസ്ഥയാണ്. വഴിയില്ലെങ്കിൽ അറിയാവില്ല നിങ്ങൾക്ക്, വഴിയില്ലെങ്കിൽ എന്താണ്, മക്കളെ കെട്ടിക്കാൻ പോലും പറ്റത്തില്ല. പിന്നെ ആലോചനയൊക്കെ വന്നു കഴിയുമ്പോൾ വഴിയില്ലെന്നും പറഞ്ഞ് ആൾക്കാർ പോകും. അതുകൊണ്ട് ആൻസം വളരെ പരുങ്ങലാണ്, ജീവിതം പരുങ്ങലാണ്, ലൈഫില്ല, ജീവിതമില്ല. അപ്പം ജീവിതമില്ലാത്ത കൊണ്ട് എന്താ പറയണത്? എൻ്റെ ആത്മാവിനെ. അപ്പം എസെക്കിയേൽ 37:14 ഒന്ന് വായിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. അപ്പം ലൈഫ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്താ മാർഗം? എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. അപ്പൊ നമുക്ക് വാസയോഗ്യമല്ലാത്തൊരവസ്ഥ വന്നാൽ അടുത്ത നടപടി എന്താണ്? ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ നിവേശിപ്പിക്കും. പിന്നെന്താ പറയണത്? നിങ്ങൾ ജീവിക്കാം. ഞാൻ നിങ്ങളെ നിന്റെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. അപ്പം ചില ആൾക്കാർ പറയല്ലേ, അച്ഛാ വഴിയുമില്ല, മക്കൾക്ക് പെണ്ണും കിട്ടണില്ല, വിറ്റിച്ചിട്ട് പോകാൻ പോകുകയാണെന്ന് പറയും. എവിടെ പോകാനാണ്? എത്ര രൂപ കിട്ടും ചേച്ചി? പോയാലേ അവിടെ പോയാൽ നിങ്ങളെ വല്ലവർക്കും അറിയാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെയൊക്കെ താമസിച്ച പിന്നെ ഇങ്ങനെയുള്ള കല്യാണ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ നിങ്ങളുടെ വേറെ ബൗട്ട്സൊക്കെ തിരക്കി വരുമ്പോൾ നിങ്ങൾക്കിവിടെ ആകാശം ഭൂമിയും ഇല്ല, വേരും കായും ഇല്ലെന്ന് അറിഞ്ഞാൽ പിന്നെ നിങ്ങൾ സംശയിക്കത്തില്ലേ, ഇങ്ങനെ പോണത് ശരിയാണ്, വേറെ വഴിയുണ്ടാന്ന് നോക്കട്ടെ. അവിടെ വെച്ചാണ് ഞാൻ ഈ വിഷയം സെറ്റ് ചെയ്യണത്. ഞാൻ പറഞ്ഞ കർത്താവ് ഇവരെ വിടരുത്, ഇവരിത് വിറ്റിച്ചിട്ട് വേറെ ഒരു സ്ഥലത്ത് പോയി വാടക ഒറ്റയ്ക്ക് താമസിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ആലോചന വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ആകാശ ഭൂമിയും പാരമ്പര്യവും കുടുംബമൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്ന് എങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ നിലവാരത്തിൽ പെണ്ണ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുമെന്ന് പറയണത്. ജീവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മാന്യമായി ജീവിക്കുകയാണ്. അങ്ങനെ എപ്പോഴെങ്കിലും ലൈഫ് ത്രെട്ടായി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? നിങ്ങൾ അപ്പം തന്നെ സ്പിരിച്വലായിട്ട് എംപവർ ചെയ്യണം. അതാണ് പറഞ്ഞത്. 37:14 ഭയങ്കര വചനമാണ്.
എസെക്കിയേൽ എന്താണ്? ഞാൻ നിങ്ങളെ ഒന്ന് പറഞ്ഞേ. ഞാൻ നിങ്ങളെ, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് നിവേശിപ്പിക്കാം, നിങ്ങൾ ജീവിക്കാം. അപ്പൊ നമ്മളുടെ ജീവിതം കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ഉള്ള മാർഗം എന്താണ്? ആത്മാവിൽ നവീകരിക്കണമാണ്. വെരി വെരി സിമ്പിളാണ് സംഭവം. ആൻസമ്മ അങ്ങനെ ഒരാളാണ്. ആൻസമ്മ എന്താ ചെയ്യുന്നറിയാമോ? ഉടമ്പടി പ്രകാരം കൃത്യമായിട്ടാണ് ജീവിക്കുന്ന ആള്. നിനക്കറിയാമല്ലോ, ഉടമ്പടി ഒരു പ്രാർത്ഥനാ രീതിയല്ല, ജീവിത രീതിയാണ്. അപ്പോൾ ഉടമ്പടി പ്രകാരം ജീവിച്ചിട്ട് ആൻസമ്മ പറഞ്ഞു, ഈ കിട്ടാത്ത വഴിയിലൂടെ ആൻസമ്മ എപ്പോഴും പോവും, എല്ലാ ദിവസവും. എങ്ങനെയാണെന്ന് അറിയുമോ? പച്ചത്തിരി കത്തിച്ചുകൊണ്ട് പോകും. പച്ചത്തിരി കത്തിച്ച് പ്രത്യക്ഷനെ പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ട് പോകും. എന്നിട്ട് ആൻസമ്മ പറയണത്, ഈ പച്ചത്തിരിൻ്റെ കയ്യിലെടുക്കുമ്പോൾ ഞാൻ പറയും, പ്രപഞ്ച പ്രകൃതിയുടെ മാതാവേ, കൃപാസനം മാതാവേ. കുളിർ കോരി പോകും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഉടനടി പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. നമ്മൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ ആൻസമ്മ ചെല്ലുന്ന പ്രാർത്ഥന എന്താ അറിയാം? അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെല്ലിയാലേ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ പറ്റത്തുള്ളൂ? ആദ്യം വിശ്വാസ പ്രമാണം ചെല്ലണം, അല്ലേ? അതിനാണ് ഈ സംഭവം വരുന്നത്. വെട്ടിമരുന്ന് മുഴുവൻ ഇരിക്കണം അവിടെയാണ്. വെടിമരുന്ന് നമ്മൾ ഈ വിശ്വാസ പ്രമാണത്തിലിരിക്കുന്ന വെടിമരുന്നിനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കൊണ്ട് കത്തിക്കണം നമ്മൾ ചെയ്യണത്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന തീയാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണം സാധൂകരിക്കുക, നീതീകരിക്കുക എന്നുള്ളത് അമ്മയുടെ ചുമതലയാണ്. അമ്മ സമയ കടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് 2004 പ്രത്യക്ഷപ്പെടുമ്പോൾ ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ഇന്ന് വരെ ദുരന്തമൊഴിഞ്ഞിട്ട് കേരളത്തിലെ ലോകത്തിലെ നേരമില്ല. നമ്മളും തന്നെയും ഓരോ വ്യക്തി ദുരന്തങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം പറ്റിയ പ്രാർത്ഥനയാണ്, ഉടമ്പടി പ്രാർത്ഥനയായിട്ട് അമ്മ തന്നതാണ്. അപ്പോൾ അതിലുള്ളതാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന. പ്രത്യക്ഷീകരണ പ്രാർത്ഥന തീയാണ്, പക്ഷേ വിശ്വാസ പ്രമാണം വെടിമരുന്നാണ്. ഈ വിശ്വാസ പ്രമാണം നമ്മൾ ചൊല്ലിക്കൊണ്ടാണ് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തീ വെടിമരുന്ന് കൊടുക്കുമ്പോഴാണ് ഈ സംഭവം പൊട്ടണത്. ആൻസമ്മ രണ്ടും ചൊല്ലിക്കൊണ്ടാണ് ചെയ്യണത്. വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് പച്ചത്തിരി പിടിച്ചുകൊണ്ട് ആണ് ഈ കിട്ടാത്ത വഴിയിലൂടെ സഞ്ചരിക്കുന്നത്. അതൊരു വിശ്വാസത്തിൻ്റെ ഒരു യാത്രയാണ്. അധികം സഞ്ചരിക്കേണ്ടി വന്നില്ല. 41 ദിവസം സഞ്ചരിച്ചപ്പോൾ ഈ വഴി അവളുടെ പേരിൽ എഴുതി കിട്ടും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ, വാഗ്ദാനപീഠകമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരുന്നു. മക്കളെ ശ്രദ്ധിക്കുക. എസെക്കിയേൽ എന്താ നമ്മൾ വായിച്ചത്? എസെക്കിയേൽ എന്താ വായിക്കുക? എങ്ങനെയാണ് നമ്മൾ ജീവിക്കണത്? ജീവിതം കൈമോശം വന്നു പോയാൽ, പരീക്ഷ തോറ്റു, അല്ലെങ്കിൽ നമ്മൾക്ക് ഡീപ്രമോഷനായി, PR കിട്ടണില്ല, വസ്തു വിൽക്കാൻ പറ്റണില്ല, വസ്തു എടുക്കാൻ പറ്റണില്ല, വീട് സ്ഥലവുമില്ല, ഇങ്ങനെ ജീവിതം പോയാൽ എന്ത് ചെയ്യും? അതായത് അത് എസെക്കിയേൽ പറയണത് എന്താണ്? ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് അയക്കും, നിങ്ങൾ ജീവിക്കും. പറഞ്ഞേ, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് അയക്കും, നിങ്ങൾ ജീവിക്കും. അപ്പോൾ ആൻസമ്മ എങ്ങനെയാണ് ജീവിതം തിരിച്ചു പിടിക്കണത്? കിട്ടാത്ത വഴി കിട്ടണത് എങ്ങനെയാണ്? വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് കിട്ടാത്ത വഴിയിലൂടെ പച്ചത്തിരിയും പിടിച്ച് പ്രപഞ്ചപ്രദ മാതാവിനെ മധ്യസ്ഥം ചേർത്തുകൊണ്ട് നടക്കും. അത് വിശ്വാസ പ്രയോഗ പ്രഖ്യാപനങ്ങളാണ്. പക്ഷേ ഇത് ചെയ്യിക്കുന്നത് വിശ്വാസത്തിലാണ്. ഇത് വിശ്വാസം ഒരു ആത്മാവാണ്. അതാണ് ഞാൻ എൻ്റെ ആത്മാവ് നിങ്ങളിലേക്ക് അയക്കുമെന്ന് പറയുമ്പോൾ വിശ്വാസത്തിൻ്റെ ആത്മാവാണ് ആൻസമ്മയെ വർക്ക് ചെയ്യണത്. ഐസയ 11:2 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഐസയ 11:2 കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും.
വായിച്ചോളൂ. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. അപ്പോഴേ കർത്താവിൻ്റെ ആത്മ ഇതെല്ലാം കൂടുന്നതാണല്ലോ വിശ്വാസം. അതായത് കർത്താവിൻ്റെ ആത്മാവെന്ന് പറയുമ്പോൾ അതിനകത്തുണ്ട് ജ്ഞാനമുണ്ട്, അറിവുണ്ട്, വിശ്വാസമുണ്ട്, അങ്ങനെ എല്ലാമാണ്. അപ്പോൾ നമുക്ക് ഈ വിഷയത്തിൽ, നിങ്ങൾക്കൊരു വിഷയത്തിൽ ഇപ്പോൾ സത്യദാസ് പഞ്ചായത്തിലേക്ക് പോവുകയാണ്. എന്താ കാര്യം? കർത്താവിൻ്റെ കൂടെയുണ്ട്. ഇനി കർത്താവായിരിക്കും എനിക്ക് വേണ്ടി വാദിക്കണമെന്ന് പറയുമ്പോൾ അത് വിശ്വാസമാണ്, അതൊരു ജ്ഞാനമാണ്, അതറിവാണ്, കർത്താവിൻ്റെ ആത്മാവാണ്. കൈയിടിച്ച് കർത്താവ് ഞങ്ങളെല്ലാവരുടെയും മേൽ അവിടുത്തെ ആത്മാവിനെ പ്രത്യേകമായി നിവേശിപ്പിക്കണമേ. ഞങ്ങളെ സാക്ഷികളായി ഉയർത്തണമേ. ഒരുമിച്ച് സ്വരത്തിലെ ദൈവമേ വരണമേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണമേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ദൈവമായിട്ട് ഉടമ്പടിയിലായി കഴിയുമ്പോൾ ഞങ്ങളെ ശ്രദ്ധിക്കണം എന്താണെന്നറിയാവോ? ദൈവത്തിൻ്റെ ആത്മാവ്, ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെയും ആത്മാവ്, ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും ആത്മാവ് നിങ്ങളിൽ നിലനിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കണം, അല്ലേ? അങ്ങനെ ആത്മാവ് ജീവിതം കയ്യിൽ നിന്ന് പോയാൽ പിന്നെ എസെക്കിയേൽ 37:14 അനുസരിച്ച് കൊണ്ട് ജീവിതം തിരിച്ചു പിടിക്കാനുള്ള മാർഗം എന്താണ്? ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് അയക്കും. ആത്മാവിനെ തിരിച്ചു പിടിക്കുക എന്നാണ്. ജീവിതം കയ്യിൽ നിന്ന് പോയാൽ അപ്പോഴാത്മാവിൽ ആത്മാവ് നിർവീര്യമായി പോയിട്ടുണ്ടെങ്കിൽ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. എഫേസ്യൻസ് 4:30. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഫേസ്യൻസ് 4:30. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. അതാണ്. അപ്പം നമ്മൾ എപ്പോഴും ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നിലുള്ള പരിശുദ്ധാത്മാവ് സാഡ് ആണോ എന്ന് നോക്കണം. മനസ്സിലായില്ലേ? അങ്ങനെ വന്നാൽ ആത്മാവ് ഇറങ്ങിപ്പോകും, വർക്കിംഗ് കണ്ടീഷൻ ആകത്തില്ല. ആത്മാവ് സാഡാണെന്ന് നോക്കണം, ദുഃഖിപ്പിക്കരുത്. കാര്യം ആത്മാവ് ഒരു വ്യക്തി ആയതുകൊണ്ടാണ്. നമുക്കറിയാമല്ലോ നമ്മൾ ത്രിത്വിക ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. ഒരേ സമയത്ത് സത്തയിൽ ഏകനും വ്യക്തിത്വത്തിൽ മൂന്നുമാണ്. സത്തയിൽ ഏകനാണ്, വ്യക്തിത്വത്തിൽ മൂന്നാണ്. നമുക്കൊരു ഐസ് കട്ട പോലെ നമുക്ക് മനസ്സിലാക്കാതെ ഐസ് കട്ടയായിട്ടിരിക്കും, അല്ലേ? ഐസ് കട്ടയായിട്ടിരിക്കും, വെള്ളം ഇറ്റിറ്റ് വീഴുന്നുണ്ടാകും, അപ്പോൾ ദ്രാവകമായി അതിൽ നിന്ന് വാതകം മേലോട്ട് പോകണ്ടാകും, ഇല്ലേ? അപ്പോൾ എല്ലാ സ്ഥലത്തിലും ഒരു 3 വ്യക്തിത്വം ഇവിടെ കാണുന്നുണ്ട്. അതേസമയം സത്തരി സംഭവം എച്ചിട്ടുപോവാണ്. മുകളിലോട്ട് പോകുന്ന വായുവും താഴേക്ക് വീഴുന്ന വെള്ളവും കരമായിട്ടിരിക്കണ എല്ലാം ബേസിക്കായിട്ട് എച്ചിട്ടുപോവാണ് എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ ദൈവം ഒരു പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് വേദനിപ്പിക്കരുത് എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? പരിശുദ്ധാത്മാവ് ശക്തിയുമാണ്. അതേസമയം തന്നെ സത്തയിൽ ദൈവം യേശുക്രിസ്തുവിനെക്കുറിച്ചും പിതാവിനെക്കുറിച്ചും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെക്കുറിച്ചും പറയുന്നത് എന്താണ്? ദൈവം ബേസിക്കായിട്ട് സത്തയിൽ ശക്തിയാണ്. അതായത് ദൈവത്തിൻ്റെ ജ്ഞാനവും 1 Corinthians 1:24 ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശുക്രിസ്തു. അതുകൊണ്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് യേശുക്രിസ്തു ഒരു വ്യക്തിയാണ്, അതേസമയത്ത് ശക്തിയാണ്, കാരണം ദൈവമായതുകൊണ്ടാണ്. അതേസമയം തന്നെ പരിശുദ്ധാത്മാവ് ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ധരിക്കുന്നവർ നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. ഉന്നതങ്ങളിൽ നിന്ന് ശക്തി, അത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. അതേസമയം തന്നെ നടപടി പുസ്തകത്തിന് 1:8 അനുസരിച്ച് പരിശുദ്ധാത്മാവ് ശക്തിയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നടപടി പുസ്തകത്തിന് 1:4 പരിശുദ്ധാത്മാവ് ശക്തിയാണ്. പിതാവിൻ്റെ വലതുവശത്തിരിക്കുമെന്ന് പറയുമ്പോൾ പിതാവിൻ്റെ മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുവശത്തിരിക്കുമെന്ന് ഈശോ പറയുമ്പോൾ പിതാവ് ശക്തിയാണ്. സത്തയിൽ ശക്തിയായ ദൈവമാണ്. വ്യക്തിപരമായ പരിശുദ്ധാത്മാവിൽ നമ്മൾ വ്യക്തിയായി നമ്മൾ വസിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ശക്തിയായതുകൊണ്ട് തന്നെ നിർവീര്യമാകാനുള്ള സാധ്യതയുണ്ട്.
പരിശുദ്ധാത്മ നിർവീര്യമാക്കാനുള്ള സാധ്യത നമ്മൾ ഉടമ്പടിക്കാരൻ മുൻകൂട്ടി കാണണം. 1 തെസ്സലോനിക്കർ 5:19 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തെസ്സലോനിക്ക 5:19. 1 തെസ്സലോനിക്കർ 5:19. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. ടച്ച് പോയിന്റ് എന്താ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞേ, ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. അപ്പൊ നിർവീര്യമാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ശക്തി ആയത് കൊണ്ടാണ് നിർവീര്യമാക്കരുതെന്ന് പറയണത്. 1 തെസ്സലോനിക്കർ 5:19. പക്ഷേ വ്യക്തിയായത് കൊണ്ടാണ് വേദനിപ്പിക്കരുതെന്ന് പറയണത്. എഫേസ്യസ് 4:30. അതേസമയം അതുകൊണ്ട് ശക്തിയും വ്യക്തിയുമായ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നതാണ്. അതേതാണ്? എസെക്കിയേലിന്റെ 37:14. നിങ്ങൾ ജീവിതം കൈമോശം വന്നു പോയാൽ ശക്തിയും അതുപോലെ തന്നെ വ്യക്തിയുമായ പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് ഞാൻ നിക്ഷേപിക്കുമെന്ന്. കൈയിട്ടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ പരിശുദ്ധാത്മാവ് ഒരേ സമയം തന്നെ വ്യക്തിയും ശക്തിയുമായതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവിലേക്ക് ഇപ്പോൾ ടോക്ക് വരാൻ കാരണം എന്താണ്? എസെക്കിയേൽ 37:14 ജീവിതം കൈമോശം വന്നു പോയാൽ ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് നിക്ഷേപിച്ചിട്ടാണ് ജീവിതം തിരിച്ചു പിടിക്കണത്. അപ്പോൾ ഉടമ്പടിയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ജീവിതം തിരിച്ചു പിടിക്കലാണ്. അതിന് നിങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് ദൈവം എന്താ ചെയ്യണത്? ഉടമ്പടി എടുക്കുക, നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് നിക്ഷേപിക്കപ്പെടുകയാണ് ചെയ്യണത്. വ്യക്തി ശക്തിമായ ആത്മാവ് നിങ്ങളുടെ കൂടെ വസിക്കുകയാണ് ചെയ്യണത്. അപ്പോഴെന്താ സംഭവിക്കണത്? ഈ പരിശുദ്ധാത്മാവ് വേദനിക്കാതിരിക്കാനും നിർവീര്യമായി ഇപ്പം പരിശുദ്ധാത്മാവ് എഫേസ്യസ് 4:30 അനുസരിച്ച് വേദനിക്കാതിരിക്കാനും പരിശുദ്ധാത്മാവ് 1 തെസ്സലോനിക്കർ 5:19 അനുസരിച്ച് നിർവീര്യമാകാതിരിക്കാനും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഫിലിപ്പിയർ 2:14. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ഫിലിപ്പിയർ 2:14. ശ്രദ്ധിക്കട്ടെ. ഫിലിപ്പിയർ 2:14. എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ വ്യക്തിയായും ശക്തിയായും പുലരാൻ വേണ്ടി നമ്മൾ ബേസിക്കായിട്ട് ചെയ്യേണ്ടത് എന്താണ്? കുറ്റമറ്റ ദൈവമക്കളായിട്ട് കാര്യമില്ല. പിന്നെന്താണ്? കുറ്റമറ്റ ദൈവമക്കളായാൽ മാത്രമേ ആത്മാവിന് പ്രവർത്തിക്കാൻ പറ്റൂ. ആത്മാവിന് നിങ്ങളെ നയിക്കണ്ടേ? ആത്മാവ് ഉണ്ടായാൽ മാത്രം പോരല്ല, ആത്മാവ് നിങ്ങളെ നയിക്കണ്ടേ? എന്താ പറഞ്ഞിരിക്കണത്? ഞാൻ നിങ്ങൾക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കുമെന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവാകാം, പരിശുദ്ധ മാലാഖയുമാകാം. അപ്പം നമുക്ക് മുമ്പേ പോകാനും ഞാൻ നിങ്ങൾക്ക് ഇപ്പം നമ്മളെന്താ പറയണത്? ഞാൻ നിങ്ങൾക്ക് മുമ്പേ എന്ന് പറഞ്ഞാൽ പിതാവ് മാത്രമല്ല, പുത്രൻ മാത്രമല്ല, പരിശുദ്ധാത്മാവ് മാത്രമല്ല. അപ്പോൾ നിങ്ങൾക്ക് മുമ്പേ പോകുന്ന വ്യക്തിയും ശക്തിയും അതെന്താണ്? ഞാൻ നിങ്ങൾക്ക് മുമ്പേ ഇപ്പം ഞാൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നവരില്ലേ ആൾക്കാർ എൻ്റെ അടുത്ത് എന്നെ കാണാൻ വരുമ്പോൾ ആൾക്കാർ പറയുമല്ലോ, ഞങ്ങൾക്ക് അച്ഛാ ഭാഗവടപടി നടക്കണില്ല, അല്ലെങ്കിൽ എനിക്ക് പൈസ ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ജോലി തരാമെന്ന് പറഞ്ഞ് പൈസ വാങ്ങിച്ചു, എന്നിട്ട് തിരിച്ചു കിട്ടണില്ല, ഞാൻ ഒരുത്തനെ സഹായിച്ചു, ഇപ്പോഴവനത് തിരിച്ചു തരണില്ല എന്നൊക്കെ പറയുമ്പോൾ തിരിച്ച് എനിക്ക് എതിരെ കള്ളക്കേസ് വരെ കൊടുക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ വരണത്. അവൻ്റെ പിടിച്ചു നിൽപ്പിനെന്ന് പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യണത്? നിങ്ങൾക്ക് മുമ്പേ നിങ്ങളിനി അവൻ്റെ അടുത്ത് പോണ മുമ്പ് എന്താ ഐസയ 45:2 ഉണ്ട്. എന്താണ്? ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോവുകയും, അത് ദൈവത്തിൻ്റെ ആദ്യകാലം പോലെയുള്ള നടപടിക്രമങ്ങളാണ്. ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോവുകയും പിച്ചളവാതിലുകളെ തകർക്കുകയും ഇരുമ്പോടാമ്പൽ ഒടിക്കുകയും ചെയ്യുമെന്ന് കൈയിട്ടിച്ച് കർത്താവല്ലേ. അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. അഭിഷേകം ചെയ്യണേ, പരിശുദ്ധി നൽകണേ, തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ, ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ.
പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം നിങ്ങൾ ഈ വചനമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ട് വേണം ഇങ്ങനെയുള്ള ആളുടെ പോകാൻ. തടസ്സമാണ്, നടക്കത്തില്ല, ലോൺ തരത്തില്ല, നിങ്ങളുടെ മൂത്ത മകൻ്റെ ലോൺ കൊടുത്തിട്ടുണ്ട്, ആ വിദ്യാഭ്യാസ ലോൺ നിങ്ങൾ റീസെറ്റ് ചെയ്തിട്ടില്ല, അതിനുള്ള മകന് ലോൺ തരത്തില്ല എന്നൊക്കെ പറയുമ്പോഴേ എത്ര ഉടമ്പടി നിങ്ങൾ സാക്ഷ്യം കേൾക്കണില്ലേ? എത്ര പേരാണ്? ഒരു ബാങ്ക് തന്നില്ലെങ്കിൽ അവിടെ പിത്തളവാതിലാണെങ്കിൽ കർത്താവ് തകർത്തുകൊണ്ട് അടുത്ത വാതിലൂടെ കർത്താവ് നിനക്കത് തരും. നീ മനസ്സ് തിരിച്ചു പോകേണ്ട കാര്യമില്ല, നീ തിരിച്ചു പോകേണ്ട കാര്യമില്ല. എന്താണ് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദാനമാണ്, ഞാൻ നിനക്ക് മുമ്പേ പോകും, പിത്തളവാതിൽ തറക്കും, ഇരുമ്പോടാമ്പൽ ഒടിക്കും, മലകൾ നിരപ്പാക്കും, കൈയിട്ടിച്ച് കർത്താവിലല്ലേ. എന്റെ ഉള്ളിൽ വസിക്കാനേ ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാനേ. എൻ്റെ മക്കളെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുക? ഇതിൻ്റെ മെക്കാനിസം ഡൈനാമിക്സ് ഒക്കെ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഈ വചനം എങ്ങനെയാണ് ഇപ്പോൾ പരിശുദ്ധാത്മ നയിച്ചുകൊണ്ട് പോണത്? അതായത് ഒന്ന് എസെക്കിയേൽ ഇവിടുന്ന് കിട്ടിയത്. ഇപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ദേശീയ ഇതൊക്കെ പറയണത് നേരത്തെ പറഞ്ഞല്ലല്ലോ. എസെക്കിയേൽ 37:14 എന്താ പറയണത്? നിങ്ങളുടെ ലൈഫ് നഷ്ടപ്പെട്ടാൽ ഞാൻ റീസ്റ്റേറ്റ് ചെയ്യും. എങ്ങനെയാണ്? ഞാൻ എൻ്റെ ആത്മാവ് നിങ്ങളുടെ കയക്കുമെന്ന് പറയാം അല്ലേ? അപ്പോൾ ആത്മാവ് വന്നാലും ഒരു പ്രശ്നമുണ്ട്. എന്താ കാര്യം? ആത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടണ്ടേ? ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോഴാണ് എന്താ. ഇപ്പോൾ ഉദാഹരണത്തിന് റോമർ 8:14 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ആരാധന. റോമർ 8:14 ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ഒന്ന് പറഞ്ഞേ. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ഇപ്പൊ പിടികിട്ടിയ? അതായത് പരിശുദ്ധാത്മാവ് വന്നാൽ മാത്രം പോരാ, നമ്മൾ നയിക്കപ്പെടണം. പരിശുദ്ധാത്മാവിനാൽ നമ്മളെ നയിക്കപ്പെടണം. അതെങ്ങനെയാണ്? ഇപ്പം ഞാൻ ഈ കുഞ്ഞുങ്ങളൊക്കെ വരികയല്ലേ, ഇപ്പോൾ ഈ IELTS-കാരൊക്കെ വന്ന് പ്രാർത്ഥിക്കുമല്ല പരീക്ഷയ്ക്ക്. ഇപ്പോൾ ഞാൻ അവിടെയൊക്കെ കൈവച്ച് തലേക്കൊക്കെ കൈവച്ച് സൈത്തൊക്കെ പൂശി കൊടുക്കും. അവർക്ക് നെറ്റിക്ക് പൂശും, ഓർമ്മശക്തിക്ക് പൂശും, ഫോർഹെഡിനെ പൂശും, എല്ലാ പ്രത്യേക പ്രാർത്ഥനയുണ്ട് അതിനെല്ല. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയും, മക്കളെ, അച്ഛൻ നിങ്ങൾ അങ്ഷം ചെയ്തിട്ടുണ്ട്, നിങ്ങളായിട്ട് ആത്മാവിൻ്റെ വീര്യം നഷ്ടപ്പെടുത്തരുത്. ഞാൻ പറയുന്നത്, മക്കളെ, ഇപ്പോൾ പരീക്ഷ വരെ എങ്കിലും നിങ്ങളത് കീപ്പ് ചെയ്യണം. അത് കഴിഞ്ഞ് കീപ്പ് ചെയ്യണം. പക്ഷെ അതല്ല, ഇൻറ്റൻസീവായിട്ട് പരീക്ഷ വരെ ശ്രദ്ധിക്കണം. നിങ്ങൾ ചേട്ടന്മാരുമായിട്ട് അടിയുണ്ടാക്കാനൊന്നും പോരുമെന്ന് പറയും. ഇപ്പോൾ ഇപ്പോൾ അനിയത്തിയുമായിട്ട് അടി വെക്കുമല്ലേ ഇതിൽ. അപ്പം അങ്ങനെ പോയി കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മത്സരമൊക്കെ വരത്തില്ലേ. ഇപ്പോൾ ഒരു ഇസ്ത്രി ഇടണമെന്ന് വിചാരിച്ചോ, ചേർത്തിയോട് അമ്മ പറയും, ഇടി ആ ഷർട്ടൊന്ന് ഇസ്ത്രി ഇട്ടാൽ അവനിപ്പോൾ വരും, അവനിപ്പോൾ സ്ഥലത്ത് പോകേണ്ടതെന്ന് പറയുമ്പോൾ ഇവളെ പഠിച്ചുകൊണ്ടിരിക്കത്തില്ലേ. അപ്പോൾ അവൾ പറയും, എനിക്ക് പറ്റത്തില്ല മമ്മി. അനിയത്തിയോട്, ഞാനാണിത് കഴുകിയിട്ടത്, അവളവിടെ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അവളോട് പറയാൻ പറയും. അപ്പോൾ അവൾ പറയും, ഞാൻ വേറെ ജോലി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ചേച്ചിയോട് പറയാൻ പറയും. ഇവർ തമ്മിൽ മത്സരമാകും. പക്ഷേ പ്രശ്നം എന്താണ്? ആത്മാവ് നിർവീര്യമാകും. അതുകൊണ്ടാണ് ഫിലിപ്പ് 2:14 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഫിലിപ്പി 2:14 എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ. ദൈവമക്കളായ മാത്രം പോരാ, പിന്നെന്താണ്? കുറ്റമറ്റ ദൈവമക്കളാകണം. ദൈവമക്കളാകും എല്ലാവരും. എല്ലാം ജ്ഞാനസ്ഥാനപ്പെട്ട് കഴിഞ്ഞാൽ ദൈവമക്കളാകുമല്ലോ, ഇല്ലേ? ഇപ്പം ജ്ഞാനസ്ഥാനത്തിൻ്റെ കുദാശേൻ്റെ അർത്ഥം എന്താണ്? ആ ഉത്ഭവദോഷം നീക്കി, കർമ്മദോഷമുണ്ട്, അത് നീക്കി നമ്മളെ ക്രൈസ്തവരും ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുന്ന കുദാശയാകുന്നു, അല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ മക്കളാകും ജ്ഞാനസ്ഥാനപ്പെട്ട, പക്ഷെ കുറ്റമറ്റ ദൈവമക്കളാകണം. ഇവിടെയാണ് പ്രശ്നം. ജ്ഞാനസ്ഥാനം ചില സമയത്ത് ജീവിതത്തിൻ്റെ ചില വിഷയങ്ങൾ താങ്ങാത്തതിൻ്റെ കാരണം ജ്ഞാനസ്ഥാനപ്പെട്ടവരെ കുറ്റമത്തോടെയാണ് ജീവിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആനുകൂല്യം നമുക്ക് കിട്ടാതെ വരും. നമുക്ക് സബ്സിഡിയൊക്കെ അനുവദിച്ചിട്ടുണ്ട്, ഗ്രാൻറ്റ് ഉണ്ട്, സബ്സിഡിയും ഉണ്ട്. അപ്പോഴേ ഗ്രാൻറ്റ് സബ്സിഡി ചെയ്യുമ്പോൾ ചില ആൾക്കാർ ചെന്നുവെച്ചും, സാറേ സബ്സിഡി കിട്ടിയില്ലല്ലോ എന്ന് പറയും. അപ്പോൾ അവർ തന്ന കാശെങ്ങനെ മുടക്കിയെന്ന് ചോദിക്കും. അവർ തന്ന കാശ് കൊണ്ട് പുട്ടടിച്ച് കാണും, അപ്പോൾ പിന്നെ സബ്സിഡി ഇല്ല. അതാണ് പ്രശ്നം വരുന്നത്. അതാണ് ഇതിൻ്റെ വരുന്ന വിഷയം. അതായത്
ജ്ഞാനസ്ഥാനം തന്നെ നമ്മൾ പെടുമ്പോൾ ഓർക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ പരിശുദ്ധാത്മാവിനെ ജീവിതകാലം മുഴുവൻ ദുഃഖിപ്പിക്കാതെ ആത്മാവിൽ ജീവിക്കാൻ വേണ്ടിയാണ്. എന്താണ്? ജീവിതം കൈവിട്ടു പോയാൽ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? വക്രതയാർന്നതും ദുഷ്ടമായുള്ള സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നീ അവിടെ നിഷ്കളങ്കമായൊരു മനസ്സ് സൂക്ഷിച്ചുകൊണ്ട് ആത്മാവിനെ ബലപ്പെടുത്താൻ പറഞ്ഞിരിക്കുകയാണ്. ആത്മാവിനെ ബലപ്പെടുത്തിയാൽ എന്താ ഗുണമെന്നറിയാവോ? എന്താ ഗുണം? പിന്നെ നമ്മളായിരിക്കില്ല. ഈശോ പറഞ്ഞിട്ടില്ലേ, ഞാൻ കുഞ്ഞുങ്ങളോട് പറയുമേ, മക്കളെ ഇമ്മീഡിയറ്റ് മെമ്മറി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇമ്മീഡിയറ്റ് മെമ്മറി നിങ്ങൾക്കുള്ള ലോക്കൽ മെമ്മറിയാണ്. നിങ്ങൾ പച്ച മഷി കൊണ്ട് വരച്ചും ചുവപ്പ് മഷി കൊണ്ട് വരച്ചും നക്ഷത്രത്തിനൊക്കെ കിട്ടും പാഠപുസ്തകത്തെ ലോക്കൽ മെമ്മറി ഉണ്ടാക്കി. ദാറ്റ് ഇസ് ക്രിയേറ്റഡ് മെമ്മറി. നമുക്ക് സയൻസ് സ്റ്റുഡൻസിന് ആവശ്യമുള്ളത്, ലാംഗ്വേജ് സ്റ്റുഡൻസിന് ആവശ്യമുള്ള അറ്റ് എ ടൈം മെമ്മറിയാണ്, ഇമ്മീഡിയറ്റ് മെമ്മറിയാണ്. ഇമ്മീഡിയറ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആ സമയത്ത് കിട്ടണം. നിങ്ങൾ പറയത്തില്ല പരീക്ഷയുടെ സമയത്ത് ആ മെമ്മറി പോയി. എങ്ങനെ മെമ്മറി പോണത്? അത് നിങ്ങൾ എന്തെങ്കിലും ഇമോഷണൽ കോഷിങ് ഉണ്ടാകുമ്പോൾ അത് പോകും. അല്ലെങ്കിൽ നിങ്ങൾ പോണ വണ്ടി ഒരു വേറെ ഓട്ടോറിക്ഷ വെച്ചിട്ട് ഓട്ടോറിക്ഷക്കാരന്മാരെല്ലാം തന്തയ്ക്ക് വിളിക്കുമ്പോഴത്തേനും നിങ്ങൾ പഠിച്ചെല്ലാം മറന്നു പോകും. ഇത് പ്രശ്നം അതാണ്. ഒരു കാഷ്വാലിറ്റി, ഞാൻ കാഷ്വാലിറ്റി വരെ ബ്ലോക്ക് ചെയ്താണ് നിങ്ങളെ പ്രാർത്ഥിച്ച് വിടുന്നത്. ഇൻ കേസ് നിങ്ങളുടെ ഇമ്മീഡിയറ്റ് മെമ്മറി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി അത് ബ്ലോക്ക് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്താണ് പ്രെയർ ചെയ്യണത്. അതെല്ലാവർക്കും അങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ആ 12 വർക്കൗട്ട് ചെയ്തേ. ലൂക്കായുടെ സുവിശേഷം 12 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്ക 12 എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. അതാണ് ആ സമയം, അറ്റ് എ ടൈം, ഓൺ ടൈം, ലൈവായിട്ട്. അത് നമ്മൾ, അതായത് ചില സമയത്ത് കോടതിയിലായാലും പോലീസ് സ്റ്റേഷനിലായാലും അതുപോലെ തന്നെ വേറെ എവിടെയായാലും ഈ അറ്റ് എ ടൈം മെമ്മറി എന്ന് പറയുന്നത് വിവേകവുമായി ബന്ധപ്പെട്ട സംഭവമാണ്. വിവേകം വിജ്ഞാനം ജ്ഞാനപരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ജ്ഞാനപരത്തിൽ നിന്നാണ് അറ്റ് എ ടൈം മെമ്മറി കിട്ടുന്നത്. ഇപ്പം മദർ തെരേസയുടെ തെണ്ടി നടക്കുകയായിരുന്നു ഒരേ സ്ഥലത്ത്, അല്ലെ? മക്കൾ കുറേയധികം ഭയങ്കര ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാരുള്ള കാരണം മദർ അവർക്ക് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി കൽക്കട്ടയുടെ തെരുവിൽ ആദ്യ കാലങ്ങളൊക്കെ ഒരേ സമയത്ത് ഒരേ കടയിൽ പോയി തെണ്ടുമായിരുന്നു പാത്രം കാണിച്ച്. അപ്പോൾ ഉടനെ അവർ ചിലർ തുപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ചരിത്രം വായിച്ചിട്ടുണ്ട്. അപ്പോൾ മദർ എന്താ പറയണത്? ദാറ്റ്സ് ഓക്കെ, ദിസ് ഈസ് ഫോർ മീ. ഇനി എനിക്ക് ഉള്ള എൻ്റെ മക്കൾക്കുള്ളത് തരാൻ പറയും. ഇത് എനിക്കുള്ളതാണ്, ഇനി എൻ്റെ മക്കൾക്കുള്ളത്. അത് അറ്റ് എ ടൈം മെമ്മറി എന്ന് പറയുന്നത് ജ്ഞാനപരവാ. അയാളുടെ ഹൃദയം അലിഞ്ഞുപോയി. ആ സമയത്ത് നിങ്ങൾ അതാണ് ലൂക്ക 12 അതായത് നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് അറിവ് തരും. അക്കരെ ആ മനുഷ്യൻ്റെ ഹൃദയം ഇളക്കാൻ വേണ്ടി, മലകളെ നിരപ്പാക്കാൻ വേണ്ടി, ഇരുമ്പോടാമ്പൾ ഒടിക്കാൻ വേണ്ടി, പിച്ചള തകർക്കാൻ വേണ്ടി ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് പറയുമ്പോൾ ആത്മാവിൻ്റെ വരവാണത്, ജ്ഞാനപരത്തോടെ വരവാണത്, കൃപയിലുള്ള വരവാണത്. ആത്മാവിനെ നഷ്ടപ്പെടുത്തരുത്, നീരുവിരിയമാക്കണമെന്ന് ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥപ്രധാനം കൈയടിച്ച് കിടത്താൻ ശ്രദ്ധിക്കട്ടെ. ഒരുമിച്ച് പാടുക, ഇരപ്പരെ പോലെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊരു പ്രിക്കോഷൻ ഉണ്ടാണ് കേട്ടോ. കാര്യം ഉടമ്പടി ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ എസെക്കിയേൽ 37:14 അനുസരിച്ച് കൊണ്ട് നമ്മുടെ ലൈഫ് കയ്യിൽ നിന്ന് വിട്ടുപോയാൽ അതിനെ റീസ്റ്റേറ്റ് ചെയ്യണത് എല്ലാം എന്താ ചെയ്യണത്? റീസെറ്റിൽ ചെയ്യണത് എല്ലാം എന്താണ്? പരിശുദ്ധാത്മാവാണ്. ഞാൻ നിന്നെ എൻ്റെ ആത്മാവ് നിങ്ങളെ കയക്കും. ഐ വിൽ റീസെറ്റിൽ യു ഇൻ യുവർ ഓൺ സോയിൽ. അതാണ് അവസാനം പറഞ്ഞിരിക്കുന്നത്. നിൻ്റെ സ്ഥലത്ത് തന്നെ
നിനക്ക് യുക്തമായ സ്ഥലത്ത്, നിൻ്റെ സ്ഥലത്തെന്ന് പറയുമ്പോൾ നിൻ്റെ അപ്പനിടയ്ക്ക് നിനക്ക് ഓഹരി കിട്ടിയ സ്ഥലം എന്നല്ല അർത്ഥം. നിൻ്റെ ജീവിതം പുലരാൻ ദൈവ പൈതലേ, നിനക്ക് അനുയോജ്യമായ സ്ഥലത്ത് നിന്നെ കർത്താവ് പുനഃസ്ഥാപിക്കും. കൈയടിച്ച് കർത്താവ് എസെക്കിയേൽ 37:14 എൻ്റെ ആത്മാവിനെ പറഞ്ഞേ, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളെ നിവേശിപ്പിക്കാം, നിങ്ങൾ ജീവിക്കാം, ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വാസമർപ്പിക്കാം. യുവർ ഓൺ സോയിൽ എന്ന് പറയുന്നത് എന്താണ്? നിനക്ക് നിൻ്റെ ജീവിതം പുലരാൻ അനുയോജ്യമായ ഇടമാണ്. അതാണ് യുവർ ഓൺ സോയിൽ. നിനക്ക് നിൻ്റെ ജീവിതം പുലരാൻ ഭയങ്കര ആഴമായ അർത്ഥമാണ്. ചിലപ്പോൾ കാനഡയിലായിരിക്കും, ചിലപ്പോൾ ഇംഗ്ലണ്ടിലായിരിക്കും, ചിലപ്പോൾ വേറെ രാജ്യങ്ങളായിരിക്കും, ചിലപ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെയായിരിക്കും. ഇൻ യുവർ ഓൺ സോയിൽ ദൈവം നിനക്ക് കൽപ്പിച്ച് നൽകിയിരിക്കുന്ന ഇടത്ത് നിന്നെ എത്തിക്കും. എപ്പോഴാണ്? ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് ആകർഷിപ്പിക്കും. പ്രാർത്ഥിക്കുക, കർത്താവേ നിന്റെ ആഗ്രഹപ്രകാരം ഹിതപ്രകാരം എനിക്കായി നിശ്ചയിച്ചിരിക്കുന്ന എന്റെ ജീവിതം പുലരാനുള്ള ഭൗതിക സാഹചര്യങ്ങള് എനിക്ക് വേണ്ടി നീ ഒരുക്കുമെന്ന അത് എന്നിൽ ചൊരിയുന്ന ആത്മാവിന്റെ ഫലത്താലാണെന്ന് എന്നെ മനസ്സിലാക്കി തന്നതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ഇതുകൊണ്ട് തന്നെയാണ് ഈ ആത്മാവിൻ്റെ ഒരു പ്രവർത്തനത്തിന് വിഖ്യാതമായി വരുന്ന നിലപാടുകൾ, പെരുമാറ്റ രീതികൾ നമ്മൾ ഒഴിവാക്കണമെന്ന് പറയുന്നത്. എഫെസ്യസ് 4:29 Take the word of God. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ. എഫെസ്യസ് 4:29 നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. അതാണ് പ്രശ്നം. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് പറഞ്ഞേ, നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. അപ്പൊ സംസാരിക്കുകയാണെങ്കിൽ അത് സെക്കൻഡ് പാർട്ടിക്ക് ഗുണകരമായ കാര്യങ്ങളായിരിക്കണം, അല്ലെങ്കിൽ സംസാരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്താ കാര്യം എന്നറിയാവോ? ഇപ്പം നീതിയുടെ വിഷയമാണെങ്കിൽ നീതിയുടെ പക്ഷത്തു നിന്ന് സംസാരിക്കണം, സത്യത്തിൻ്റെ വിഷയമാണെങ്കിൽ സത്യത്തിൻ്റെ പക്ഷത്തു നിന്ന് സംസാരിക്കണം. അല്ല സംസാരിക്കാതിരിക്കേണ്ട അവസ്ഥയില്ല അവിടെ. പക്ഷേ അതിൻ്റെ പേരിൽ നിന്നെ ഇപ്പോൾ തന്തൊക്കെ വിളിച്ചെന്ന് പറഞ്ഞാൽ നീ തിരിച്ചു വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നീ അവരും തമ്മിൽ എന്നാ വ്യത്യാസം ഇരിക്കണത്? ഉടമ്പടിയിലുള്ളവർ ദൈവമായിട്ട് ഉടമ്പടിയിലുള്ള കാര്യം മറന്നു പോകരുത്. ടിൻഡുവിൻ്റെ സാക്ഷ്യമുണ്ട് കഴിഞ്ഞ ദിവസത്തെ. ടിൻഡുവിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, ടിൻഡു മാനന്തവാടിയാണ്. അപ്പോഴെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭർത്താവിനും ഭാര്യയ്ക്കും കുഞ്ഞിനും വിസ വേണം, നടക്കണില്ല. അവർ ഉടമ്പടി ചെയ്തിട്ട് ടിൻഡു എന്താ ചെയ്തതെന്ന് അറിയാവോ? ഇത് നടക്കണില്ലെന്ന് കണ്ടപ്പോൾ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അവിടെ പ്രേക്ഷിത പേര് ഡബിളല്ല അവർ പറഞ്ഞേ, ഒരു കെട്ട് പത്രമാണ് ഞാൻ മേടിക്കേണ്ടത്, അതിന് പകരം ഞാൻ 4 കെട്ട് പത്രം മേടിച്ചു. ഒരു ചുമടുണ്ടായിരുന്നു ഞങ്ങളുടെ വണ്ടിയിൽ വേറെ ഒരു ചുമടുണ്ടായിരുന്നു, ഞങ്ങളുടെ ലഗേജ് എല്ലാം കൂടി. എന്നിട്ട് ഞാനും ഭർത്താവും കൂടി അതെല്ലാം ഓടി നടന്ന് ഞങ്ങളുടെ നാട്ടിൽ തന്നെ കൊടുത്തു. ചില ആൾക്കാർ നാട്ടിൽ കൊടുക്കണില്ല. ചില ആൾക്കാർ ഉടമ്പടി കൃപാസനം പത്രം നാട്ടിൽ കൊടുക്കണില്ല. അവരിവിടെല്ലാം പോയിട്ട് തമിഴ്നാട്ടിലൊക്കെയാണ് കൊടുക്കണത്. എന്നെ കണ്ടാൽ മിണ്ടല്ലേ എന്ന് പറഞ്ഞു.
അതാണ് പ്രശ്നം. ചില ആൾക്കാർക്ക് അപ്പം തന്നെ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായില്ലേ, നിങ്ങൾ ദൈവത്തെ പുച്ഛിക്കുന്നു എന്നുള്ളതും കാര്യം കാണാൻ വേണ്ടി നിങ്ങൾക്ക് കാര്യം കരകയും ചെയ്യണം, കിറിയും നന്നാകണം. എന്ത് കഷ്ടമാണ്. കാരണം ഞാൻ കിറി നന്നാകുക ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു അപമാനമുണ്ട്. ഇത് ഡിസ്റ്റാറ്റസിങ്ങിൻ്റെ ഒരു ലോ സ്റ്റാറ്റസിങ് ഉണ്ട്. ഞാൻ കൃപയുടെ വഴികൾ, ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഇത് പെക്ഷിത്ത ബൈബിൾ എന്താ പറയണത്, POC ആണ് പറയണത്, നിങ്ങളുടെ ആത്മാവിനെ നന്മയുടെ നല്ല വാക്കുകൾ പറയും. പക്ഷേ പെക്ഷിത്ത ട്രാൻസ്ലേഷൻ എന്താ പറയുന്നത് അറിയാമോ? കൃപയുടെ വാക്കുകൾ എന്നാണ് പറയണത്. മറ്റുള്ളവന് ഉന്നതി ഉണ്ടാകാൻ വേണ്ടി കൃപയുടെ വാക്കുകൾ സംസാരിക്കണമെന്ന്. അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, നമ്മളെ കർത്താവിന് എവിടെയാണ് കൊടുക്കാൻ ചാലഞ്ച് ഉള്ളത് അവിടെയാണ് അത് ചെയ്യേണ്ടത്. നിങ്ങളെ ഈസി സോണിലേക്കാണ് പോണത്. കാരണം നിങ്ങളുടെ ബന്ധുക്കളില്ല, സ്വന്തപ്പെട്ടുള്ള കൂട്ടുകാരില്ല, ആരുമില്ല. അജ്ഞാതമായ സ്ഥലത്ത് അപരിചിതമായ മേഖലയിൽ പോയി കർത്താവിന് വേണ്ടി ഇരുട്ടത്ത് ജോലി ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഇരുട്ടുകുത്തി പണി ചെയ്യുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കണം, അവർ വെളിച്ചത്തിലേക്ക് വരണം. നിങ്ങൾ എന്ന് വെളിച്ചത്തിലേക്ക് വന്ന് നട്ടലോടുകൂടി, നിങ്ങൾക്ക് നട്ടലില്ല, വാഴപ്പിണ്ടിയല്ലേ വെച്ച് കേട്ടിരിക്കണേ. കർത്താവിൻ്റെ, അതായത് നിങ്ങളുടെ നാട്ടിൽ ജോലി ചെയ്യാൻ പറ്റണില്ല, നിങ്ങൾ ഈ ഉടമ്പടി പത്രം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കൃപാസന പത്രം കൊണ്ട് വേറെ നിങ്ങളെ അറിയാൻ പാടാത്ത സാഹചര്യത്തിൽ പോകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആത്മീയമായിട്ട് നിങ്ങളെ വെച്ച് കെട്ടിരിക്കുന്നത് വാഴപ്പിണ്ടിയാണ്, നട്ടലല്ല. നട്ടലുള്ള ക്രിസ്ത്യാനിയാണെങ്കിൽ ഇപ്പോൾ എന്താ ഇവളോട് പറയണത്? ഇവളോട് ഈ ഒരു കെട്ട് പത്രം മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, 4 കെട്ട് പത്രം മേടിച്ചിട്ട് ഭർത്താവുമായിട്ട് കൊണ്ട് നടന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നാട്ടുകാരെ ചോദിക്കുന്നത് എന്താണ്? നിങ്ങൾ ഇത്രയൊക്കെ പഠിച്ചിട്ട് പിന്നെ ഈ പണി ചെയ്യണേ എന്താണെന്ന്. ആൾക്കാരുടെ ചോദ്യം കണ്ടില്ലേ? അത് നമ്മൾ കേൾക്കണം. ആർക്ക് വേണ്ടി കേൾക്കണം? നമുക്ക് വേണ്ടി തുണിയില്ലാതെ ഒരു വ്രണമായി കിടക്കണില്ലേ ഈ മരത്തേല്? അവന് വേണ്ടി, നമ്മളെ വീണ്ടെടുത്തതിന് വേണ്ടി നമ്മൾ കേൾക്കാൻ ബാധ്യതയാണ്. അവനാണ് ദൈവ പൈതല്. അങ്ങനെ ദൈവ പൈതലാണെങ്കിൽ ഇതുപോലെ പറഞ്ഞു തരണ ആത്മാവും നമ്മളൊന്ന് സംസാരിക്കണം. ആത്മാവില്ലെങ്കിൽ നമ്മൾ പീഡിക്കും, അല്ലെങ്കിൽ രാജ്യം വിട്ടു പോകും, എവിടെയെങ്കിലും മറയത്ത് കൊണ്ടേ കൊടുത്തിട്ട് തിരിച്ചു വരും. അപ്പോൾ എന്താ പറഞ്ഞത്? ഇവർക്ക് എന്താ ചെയ്യണം? അവൾ നട്ടലുള്ള വിശ്വാസിയാണെന്ന് കണ്ടപ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നറിയാവോ? ഒരു ഏജൻറ്റും ഇല്ലാതെ, അവർക്ക് ഏജൻ്റ് ഇല്ല, ഏജൻറ്റിന് 2 ലക്ഷം രൂപ പോകത്തില്ലേ, ഒരു ഏജൻറ്റും ഇല്ലാതെ ഒറ്റയ്ക്ക് ഭാര്യയും ഭർത്താവും കൂടി പണിയെടുത്ത് വിസ, ഭർത്താവിനും ഭാര്യയ്ക്കും കുഞ്ഞിനും വിസ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി പ്രവർത്തനങ്ങളിലൂടെ പ്രയാസങ്ങളെ മാറ്റി അതിവേഗം ഇടപെടുന്ന കൃപയാൽ നന്ദി പറയുന്നു. കൃപയാൽ മഹത്വം, ആരാധന, ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളെ കർത്താവിൻ്റെ ഈ എന്താണ് ഇത്, സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കണം എന്ന് പറഞ്ഞ പോലെ, അതായത് നിങ്ങൾ സ്വന്തം നാട്ടുകാരെയൊക്കെ കണ്ടു കഴിയുമ്പോൾ ഉടനെ വിശ്വാസം മറക്കും. എന്നിട്ട് പിന്നെ അവിടേക്ക് ഒന്ന് മുങ്ങിയിട്ട് വേറെ രാജ്യത്ത് പോയി നിങ്ങളെ പരിചയമുള്ള സ്ഥലത്ത് പോയി പ്രേക്ഷിത വരെ ചെയ്യും. ഇതൊരു നട്ടലില്ലായ്മയാണ്. ശരിക്കും നട്ടലോടുകൂടി കർത്താവിൻ്റെ തിരുസന്നിധി വന്നിട്ട് ഞാൻ വിശ്വാസിയാണ് എന്ന് ഏറ്റു പറയുന്ന സമയത്ത് വെച്ച് ദൈവം നിങ്ങളെ ഏറ്റെടുക്കും. കൈയിടിച്ച് കർത്താവ് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ അതിലൊരു ദൈവസ്നേഹമുണ്ട്. നമ്മളെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒരു ക്ലേശം, ഒരു ആക്ഷേപം, അപമാനം ഏറ്റെടുക്കുമ്പോൾ എന്താ സംഭവിക്കണത്? നമുക്ക് വേണ്ടി അപമാനം ഏറ്റെടുക്കുന്നവൻ്റെ കൂടെ നമ്മൾ അവനോട് കൂടെ നമ്മൾ ഐക്യ രൂപപ്പെടുകയാണ് ചെയ്യണത്. കർത്താവിന് വേണ്ടി ഒരു ഈശ്വരനെ ഇപ്പം നിങ്ങൾ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് എങ്ങനെയാണ്? ആരെങ്കിലും പത്രം തന്നു കാണും, അതാണ് സംഭവം. അപ്പോൾ നാനോ മണോ നോക്കാതെ കർത്താവിൻ്റെ വേല ചെയ്തപ്പോഴാണ് നിങ്ങൾക്കത് കിട്ടിയതും നിങ്ങളിവിടെ വന്നതും. ഇനി സത്യദാസൻ്റെ ജീവിതം ഒരു കാര്യം, ജീവിതം കൈവിട്ട് പോയാലേ ഒന്നും ഒരു അവസാന വാക്കല്ല, അവസാന വാക്ക് കർത്താവിൻ്റെ വാക്കാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ വേറൊരു സാക്ഷ്യം കേട്ട്, അനിഷ, അതായത് അനിഷ വടക്കാഞ്ചേരി തൃശ്ശൂർ. അനിഷയുടെ വിഷയം എന്താണെന്നറിയാമോ? അനിഷ 4 കൊല്ലമായിട്ട് അനിഷയ്ക്ക് മക്കളില്ല. 4 കൊല്ലമായിട്ട് അനിഷയ്ക്ക് മക്കളില്ല. അപ്പോൾ എന്താ പ്രശ്നം? അവർക്ക് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ട്. ശരീരത്തിന് തിന്നുന്ന ഒരു തരം സംഭവമാണ്, മരുന്നില്ല അതിന്. അപ്പം അതിന് ജീവിതം, അത് കോശങ്ങൾ ദ്രവിക്കാതിരിക്കാനും കോശങ്ങൾ തന്നെ കോശത്തെ തിന്നാതിരിക്കാൻ വേണ്ടി ഒരു പ്രതിരോധ മരുന്നുണ്ട്. അതിങ്ങനെ കഴിച്ചു വരുമ്പോൾ പിന്നെ വേറൊരു ശരീരമായി മാറും. അപ്പോൾ അതുകൊണ്ട് ഇതിന് പ്രഗ്നൻ്റ് ആകാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് പ്രഗ്നൻ്റ് ആകാൻ പറ്റത്തില്ല, മരുന്ന് നിർത്തിയാൽ നീ മരിക്കും, മരുന്ന് നിർത്തിയില്ലെങ്കിൽ കൊച്ചു മരിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രഗ്നൻ്റ് ആകാൻ പറ്റത്തില്ലെന്ന് പറയും. അപ്പോൾ പ്രഗ്നൻ്റ് ആകാൻ പറ്റത്തില്ലെന്ന് മനുഷ്യർ പറയുമ്പോൾ അവരെന്താ ചെയ്യണത്?
അവർ വന്നിട്ട് ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്യുമ്പോൾ എന്താണ്, അമ്മ ഇന്നിപ്പോൾ കേരളത്തിൽ ആരെയും ഇങ്ങനെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാൻ പറ്റത്തില്ല. കേരളത്തിലുള്ളവർ വിശ്വാസമുള്ളവരാണ്. അതെന്താ പറയുക, അവർ പറയും ഞങ്ങൾ അമ്മയുടെ അടുത്ത് ഇത് കാണട്ടെ, അമ്മയെ കണ്ട് സംസാരിക്കട്ടെ എന്ന് പറയും. അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ വന്നു വെച്ചാൽ ഞാൻ പറഞ്ഞു, നീ ഒരു പണി ചെയ്യും, ഞാൻ മരുന്ന് നിർത്താൻ നിൽക്കണ്ട, അതൊന്നും പ്രശ്നമൊന്നുമില്ല, ഉടമ്പടിത്തേലും വയറ്റത്തേക്കാൻ പറയും. ഉടമ്പടിത്തേലും ആ സാക്ഷി നിങ്ങൾ കേൾക്കണം. അപ്പോഴെന്നെ സംഭവിച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴവളെ ഇരട്ട പ്രസവിച്ചിരിക്കണം. ശ്രുതികട ഹല്ലേലൂയ. അതാണ് ഞാൻ നിങ്ങൾ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം. സാക്ഷ്യം കേട്ടിട്ട് അത് 2 കൊച്ചുങ്ങളായപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് സിസേറിയനാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു സിസേറിയൻ അല്ല, ഇത് സിസേറിയൻ അല്ല. എന്താ പറഞ്ഞാൽ അവളുടെ മാതാവ് ഉള്ളിൽ നിന്ന് പറയുന്നുണ്ട് സിസേറിയൻ അല്ല, 8-ാം മാസത്തിൽ നിന്ന് 2 കുഞ്ഞുങ്ങളെയും പ്രസവിപ്പിക്കുമെന്ന് പറഞ്ഞു. 2 പേർ നോർമലായിട്ട്. ഈ മനുഷ്യന്മാരുടെ വിശ്വാസം പഴയ കാലത്തിനേക്കാൾ ശരിക്കും കൂടിയുണ്ട്. ഉടമ്പടിയുടെ ഒരു കാലം വന്നപ്പോൾ പണ്ടത്തെ ഇന്ന് നമ്മൾ ഓരോ സബ്ജക്റ്റ് വൈസ് വിശ്വാസം പ്രയോഗിക്കുകയല്ലേ ആൾക്കാർ. അതിന് കറസ്പോണ്ടിങ് വേർഡ് ഓഫ് ഗോഡ് എന്താ ആ വിഷയത്തിൽ ഉള്ള എന്താണെന്ന് നോക്കിയിട്ട് അത് ചെലുത്തുകയാണ്. അപ്പോൾ വിശ്വാസം പ്രയോഗിക്കുന്ന ഒരു കാലമാണിത്. ഇപ്പം നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്താണ്, ഉടമ്പടിയുടെ മെയിൻ സംഭവം എന്താണ്, പ്രസൻസ് അല്ലേ, ദൈവത്തിൻ്റെ സാന്നിധ്യമല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം എങ്ങനെയാണ് കിട്ടുന്നത് നമുക്ക്? ദൈവത്തിൻ്റെ സാന്നിധ്യം കിട്ടുന്നത് സൽപ്രവർത്തികളിലൂടെയാണ്. നീ സൽപ്രവൃത്തി ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം എന്താ തോപിത്ത് എന്താ പറയണത്? 12:12 ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. 12:13 തോബിത്ത് 12:13 ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് പറഞ്ഞേ, ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റതിന് മൃതദേഹം സംസ്കരിക്കാൻ മടിക്കാതിരുന്ന നിന്റെ സത്പ്രവൃത്തി എനിക്ക് അജ്ഞാതമായിരുന്നില്ല. ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. ജ്വലിപ്പിക്കുന്ന വചനമല്ലേ തോബിത്ത് 2:12-13 ഇന്ന് വീട്ടിൽ പോയി വായിക്കണം കേട്ടോ. അതായത് തോബിത്ത് എന്ന് പറയുന്നത് ഒരു താപസനായ ഒരു മനുഷ്യനാണ്. ഇസ്രായേൽക്കാരുടെ കാലത്ത്, ഇസ്രായേൽ തകർന്നു പോയൊരു കാലത്ത് ജീവിച്ച ഒരാളാണ്. അവരെല്ലാവരും ദേവാലയമൊക്കെ ഇടിച്ച് നിരത്തി എല്ലാവരും ഡിയാസ്പൊറയിൽ പോയി ഒളിച്ചോടിയൊക്കെ. ഇപ്പോൾ മണിപ്പൂരിൽ നിന്നൊക്കെ നമ്മുടെ ആൾക്കാർ പോകുന്നില്ലേ മണിപ്പൂരിൽ നിന്ന്. മണിപ്പൂരിലെ അബദ്ധത്തിൽ കേരള സഭയ്ക്ക് അബദ്ധം പറ്റുന്നത് ഞാൻ പറയത്തുള്ളൂ. എന്നുവെച്ചാൽ മണിപ്പൂർ ആദ്യമേ തന്നെ വിശ്വാസികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവിടെ ബോധപൂർവമായിട്ട് വർക്കുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നമ്മൾ പറഞ്ഞത് വർഗീയ കലഹമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ യാഥാർത്ഥ്യങ്ങൾ അഭിമുഖീകരിക്കുന്നതിൽ പിന്തിരിഞ്ഞു നിന്ന് എന്തോ താല്പര്യത്തിൻ്റെ പേരിൽ എന്തോ ആയിക്കൊള്ളട്ടെ. ഇപ്പോഴും സത്യം മനസ്സിലായില്ലേ, വിശ്വാസികളെ തിരഞ്ഞു പിടിച്ചവരെ കൊല്ലുകയും അതേസമയം തന്നെ വംശഹത്യ നടത്തുകയും ചെയ്യുന്ന ഒരു ഇവാക്യുവേഷൻ നടപടിയാണ് നടക്കുന്നത്. അത് പലതരത്തിലുള്ള മറ്റു രാജ്യങ്ങളിലൊക്കെ നടന്ന പോലെ, ഒരു കാലത്ത് സിറിയയിലൊക്കെ നടന്ന പോലെയുള്ളൊരു ഇവാക്യുവേഷൻ നടപടിയാണ് ഇന്ത്യയിൽ നടക്കുന്നത്. അത് സ്വാഭാവികമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് വളരെ ശക്തമായ രീതിയിൽ അവിടെ പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ മണിപ്പൂർ മിക്കവാറും ഇന്ത്യ മുഴുവൻ അത് ട്രെൻഡാണ്. മണിപ്പൂർ ഒരു ട്രെൻഡാണ്. ഒരു വിശ്വാസ സമൂഹത്തെ തുടച്ചു നീക്കുക എന്നുള്ള ഒരു രഹസ്യ നിഗൂഢമായ അജണ്ടയുടെ ഒരു പരീക്ഷണശാലയാണത്. അവിടെ പ്രതിലോമ ശക്തികൾ വിജയിച്ചുകൊണ്ട് ഒരു വിശ്വാസ സമൂഹം തുടച്ചു നീക്കാൻ കഴിഞ്ഞാൽ ആ തുടച്ചു നീക്കൽ ഇന്ത്യ മുഴുവനും ഉണ്ടാകും. ഇതൊരു പ്രവചനമാണ്, നിങ്ങൾ കരുതിക്കോ. അതുകൊണ്ട് സഭ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വേണ്ടി 2 പിതാക്കന്മാർ ഇവിടെ വന്നു. എൻ്റെ പിതാവും ജെയിംസ് സാനാവർമ്മ തിരുമേനിയും, അതുപോലെ തന്നെ കൊല്ലം പിതാവ് പോൾ മുല്ലശ്ശേരി പിതാവ്. അപ്പോൾ ഞാൻ പിതാക്കന്മാരോട് പറഞ്ഞു, പിതാക്കന്മാരെ ആദിമസഭയുടെ കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മളുടെ ഏറ്റവും വലിയ നമ്മളുടെ ഇനിയുള്ള ജീവിതത്തിൽ നിലപാടെന്ന് വെച്ചാൽ ആദിമസഭ യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാതെ ഒരു രഹസ്യ അജണ്ടയും ഒരു അടവ് നയവും ഒന്നുമില്ലാതെ ആത്മാവിൻ്റെ നയത്തിൽ പ്രവർത്തിച്ചതാണ്. ഇപ്പോൾ അടവ് നയത്തിലല്ലേ സഭ പ്രവർത്തിക്കണത്. പക്ഷേ ആത്മാവിൻ്റെ നയത്തിൽ പ്രവർത്തിച്ച ആദിമസഭ 10 വർഷം ജയിലിൽ കിടന്ന കാലത്ത് പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ടായിരുന്നു. ആ പ്രാർത്ഥിക്കുന്ന സഭയാണ് സഭയുടെ കരുത്ത്. അല്ലാതെ സംഘടിത സഭയേക്കാൾ ഉപരി പ്രാർത്ഥിക്കുന്ന സഭയായിട്ട് സഭ കൺവേർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ലാത്ത കാലമാണ് ഇവർ. നമ്മൾ രക്ഷിക്കാൻ ദൈവം മാത്രമാണെന്നുള്ളത് തിരിച്ചറിയേണ്ട അപ്പോസ്തലന്മാരാണെന്ന് ഞാൻ പിതാക്കന്മാരോട് കാഷ്വാലിറ്റി ആയിട്ട് പറഞ്ഞു. പക്ഷേ പിതാക്കന്മാർ സമ്മതിച്ചു. എന്താ കാര്യം? പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഇത് ബിഷപ്പ് ഹൗസിലൊക്കെ ഉള്ള പ്രാർത്ഥനകളെക്കുറിച്ച് അവരെന്നോട് സംസാരിച്ചു. ഞാൻ നിങ്ങളോടും പറയുന്നു, നമ്മൾ കാര്യം കുറ്റം പറയേണ്ട കാര്യമില്ല.
അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ പോലും അവിടെ കറക്റ്റായിട്ട് ആൾക്കാർ പട്ടാളത്തിൽ നിയമിച്ചിട്ടുണ്ട്. എങ്കിലും അതേസമയം തന്നെ അവിടെ നരവേട്ട, വിശ്വാസവേട്ട നടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ സമയത്തൊക്കെ പരസ്പരം കുറ്റം പറഞ്ഞ് ആരുടെയും പഴിചാരുന്നതിന് പകരം പരസ്പരം പറ്റുന്ന തരത്തിൽ പ്രാർത്ഥിച്ച് അവരുടെ നടപടിക്രമങ്ങളെയും, ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ആയാലും ശരി, അവരുടെ സമാധാനം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളെ, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്ന് ഈശോ പറഞ്ഞെങ്കിൽ അങ്ങനെ ദൈവപുത്രക്കടുത്ത സമാധാന ശ്രമം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായാൽ, അത് ഏത് ഗവൺമെൻറ് ആയാലും ഏത് സംസ്ഥാന ഗവൺമെൻറ് ആയാലും, അതുപോലെ തന്നെ പരസ്പരം പറഞ്ഞ് വിഘടിപ്പിച്ച് വീണ്ടും പുണ്ണിനെ ചിരണ്ടി പഴുപ്പിക്കുന്നതിന് പകരം നിങ്ങളെല്ലാവരും അപ്പോസ്തല തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കണം. നമ്മളെ പരിശുദ്ധ അമ്മ ജീവനോടെ മധ്യസ്ഥം വഹിക്കുന്ന ഈ സമയത്ത്, അതുപോലെ തന്നെ പരിശുദ്ധ കുർബാന ജ്വലിച്ച് നിൽക്കുന്ന സമയത്ത് മണിപ്പൂറിന് വേണ്ടി എവിടെയെല്ലാം വിശ്വാസത്തിൽ എവിടെയെല്ലാം പ്രശ്നങ്ങളുണ്ടാകുന്നു, വിശ്വാസികൾ എവിടെയെല്ലാം പീഡിപ്പിക്കപ്പെടുന്നു, എവിടെയെല്ലാം രക്തസാക്ഷികളാകുന്നു, അവിടെയെല്ലാം കർത്താവിൻ്റെ കരുണ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ എന്നതുപോലെ, പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടത്തിൽ എന്നതുപോലെ അപ്പോസ്തലൻ ഇപ്പോൾ കർത്താവെ ഞങ്ങളെല്ലാ സഭകളെയും, മണിപ്പൂരിലെ സഭയെയും നാട്ടിലെ സഭകളെയും അതുപോലെ തന്നെ ലോകം മുഴുവനുമുള്ള എല്ലാ സഭകളെയും കർത്താവെ സമർപ്പിച്ചുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, എവിടെയെല്ലാം വിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുന്നു, എവിടെയെല്ലാം വീടും കൂടെ നഷ്ടപ്പെട്ടവർ ഓടേണ്ടി വരുന്നു, പാലായനം ചെയ്യപ്പെടുന്നു, എവിടെയെല്ലാം വേരുകൾ കർത്താവ് പറിച്ചറിയപ്പെടുന്നു, തൂത്തെറിയപ്പെടുന്നു, അവിടെയെല്ലാം കർത്താവിൻ്റെ കൃപ പരിശുദ്ധമായ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ അവരെ വീണ്ടെടുത്തതുപോലെ അവരെ ജനനിർത്തണമേ, സംരക്ഷിക്കണമേ, സൂക്ഷിക്കട്ടെ. മഹത്വം, ആരാധന, മണിപ്പൂരിലെ സഭയെ